നല്ല പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അഭിനയമൊക്കെ. സെറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അഭിനയമൊക്കെ. ഇവൾക്ക് കുറച്ച് പേടി, പക്ഷെ ഞാനും ചിന്നമ്മും കിടന്ന് ചിരിക്കുമായിരുന്നു. എനിക്ക് പേടിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നല്ലായിരുന്നു. എന്ത് ടൈപ്പ് പടമാണ്? ദിസ് ഈസ് സംതിങ് ദാറ്റ് മലയാളം മൂവീസ് ഓൾ വെയിറ്റഡ് ഫോർ. ഒരു വിമൻ, സൂപ്പർ വിമൻ റോൾ ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് അമേസിങ്. അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ പറയും. എൻ്റെ എക്സ്പീരിയൻസ് എന്താ? തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ദിസ് ഈസ് സംതിങ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട മൂവിയാണ്. മലയാളത്തിൽ ഇത് ഓണം നേരത്തെ ആരോ പറഞ്ഞു ഓണം തൂക്കി എന്ന്. എൻ്റെ ഐ ഗസ് യെസ്, ഓണം തൂക്കി. ലോക കണ്ടിറങ്ങിയുള്ളൂ. ലോക എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് പറയാൻ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളിയങ്ങാട്ട് നീലിനെ എന്താണെന്നറിയണം, ചാത്തൻ എന്താണെന്നറിയണം. അങ്ങനെ കുറച്ച് മായജാലക്കാരുണ്ട്, കുറച്ച് പഴയ ആൾക്കാർ, പിന്നെ കത്തനാരി എന്നുള്ള ഇത്. ആ ഒരു ഇതിലാണ് ആ പടം ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. പറയാതൊക്കെ എന്ന് പറഞ്ഞാൽ പെർഫോമൻസിൻ്റെ ഇതിൽ കല്യാണിൻ്റെ ഒരു രക്ഷയില്ല. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരു പടി മുന്നിലാണ് മുപ്പത്തിയേഴ് ഓരോ വർക്കും കഴിഞ്ഞ് വരുമ്പോൾ. പിന്നെ നെസ്ലിനെ ആയിക്കോട്ടെ, അതിൻ്റെ ചന്തു ആയിക്കോട്ടെ, പിന്നെ അതേമാതിരി ടോവിനോ, അങ്ങനെയുള്ള കുറച്ച് പെർഫോമൻസ് കൊണ്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. പടത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള സിനിമയിൽ ഇപ്പോൾ ആദ്യമായിട്ടാവും ചിലപ്പോൾ ഇങ്ങനെ ഒരു തീം ഇറക്കുന്നത്. അതും ദുൽഖറിൻ്റെ ഒരു കമ്പനിയിൽ അങ്ങനെ ഒരു പടം വരിക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അത് നല്ല പ്രതീക്ഷകളുണ്ട്. പക്ഷേ മാക്സിമം ഈ കാണാൻ പോകുന്നവർ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കള്ളിയങ്ങാട്ട് നീലി, പിന്നെ ചാത്തൻ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ കണ്ടിട്ട് വേണം ഈ പടം കാണാൻ പോകാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. പക്ഷെ ഒരു രക്ഷയില്ല. പടം മേക്കിങ്ങിൻ്റെ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്തൊരു വർക്കാണ്. പിന്നെ അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണാമല്ലോ, നമുക്കൊരു പാർട്ടെല്ലാം കഴിഞ്ഞിട്ട് എഴുതി കാണിക്കലെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു സസ്പെൻസ് തരും അവർ. അതേമാതിരി ഇതിലൊരു ഇതുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മാർവൽ ആ ഒരു മൂവിയൊക്കെ കണ്ടിട്ട് ഇറങ്ങണത് ഇതിൽ വേണം പോകാൻ. അതുതന്നെയാണ് ആ മലയാളത്തിൽ ആദ്യമായിട്ടുള്ളൊരു മാർവലാവും ചിലപ്പോൾ ദുൽഖറിൻ്റെ വെൽഫെയർ ഫിലിമിൻ്റെ ഇതിൽ വരുന്നൊരു പടം.